കായംകുളത്ത് പുത്തൻ റോഡ് ജംഗ്ഷനിലുള്ള പെട്രോൾ പമ്പിൽ ഗുണ്ട ആക്രമണം നടന്നതായി പരാതി. പമ്പിലെ 2 ജീവനക്കാർക്ക് പരിക്കേറ്റു. പെട്രോൾ അടിച്ച ശേഷം ഒരു സംഘം യുവാക്കൾ പണമില്ലെന്ന് പറഞ്ഞ് തങ്ങളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് ജീവനക്കാർ പറയുന്നു. കായംകുളത്ത് പെട്രോൾ പമ്പിൽ ഗുണ്ട ആക്രമണമുണ്ടായതായി പരാതി. പമ്പിലെ 2 ജീവനക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കായംകുളം പുത്തൻ റോഡ് ജംഗ്ഷനിലെ TA പെട്രോൾ പമ്പിലാണ് ചൊവ്വാഴ്ച രാത്രിയിൽ ആക്രമണമുണ്ടായത്. രാത്രി 1 മണിയോടെ എത്തിയ ഒരു കൂട്ടം യുവാക്കൾ 50 രൂപയ്ക്ക് പെട്രോൾ ചോദിച്ചുവെന്നും പെട്രോൾ അടിച്ച ശേഷം പണമില്ലെന്ന് പറഞ്ഞ് തങ്ങളെ മർദ്ദിക്കുകയായിരുന്നുവെന്നും മർദ്ദനമേറ്റ ജീവനക്കാരൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഒരു 12:45 ഞങ്ങളിങ്ങനെ ഇരിക്കും. ഞങ്ങൾ 3 പേര് ഇരിക്കുമ്പോൾ ഞങ്ങൾ സഹപ്രവർത്തകർ ഇരിക്കുന്നുണ്ട്. ഒരു 50 രൂപയ്ക്ക് പെട്രോൾ അടിക്കാമെന്ന് വേണ്ട ഒരു 5-6 പേര് വന്ന് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാശില്ലയെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി അവർ ഞങ്ങളോടൊക്കെ സംസാരമായി ആകെപ്പാടിയതായി. അവർ എന്തോ അവർ കണ്ടത് നമ്മളിപ്പോൾ ചെയ്തോളെന്നുള്ള രീതിയിലും ഓണറെ ചീത്തയും വിളിച്ചുകൊണ്ടൊക്കെയാണ് അവർ സംസാരിച്ചത്. അത് കഴിഞ്ഞിട്ട് കസേരയൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഇവരങ്ങ് പോയിട്ട് തിരിച്ച് വീണ്ടും വന്ന് ഞാൻ ആ ഓർക്കാപ്പുറത്തെ കസേര ഇരിക്കും. ഒരു പ്രകോപനവും കൂടെ അവർ ഇങ്ങോട്ട് വന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് ആ കസേരയ്ക്ക് എന്നെ ഉൾപ്പെടെ ഒറ്റ ചവിട്ടി ഞാൻ തെറിച്ച് താഴെ പോയി. അവൻ്റെ കയ്യിൽ നിന്ന് ചെരുപ്പെടുത്ത് എൻ്റെ തലയ്ക്ക് ഒരു അടി അടിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു പയ്യനെ പിടിച്ച് അവൻ്റെ ഉടുപ്പിൻ്റെ കോളത്തിനോട് കുത്തി പിടിച്ച് അവനെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും നടപടി ഉണ്ടായി കഴിഞ്ഞാൽ നിന്റെയൊക്കെ നെഞ്ചത്ത് കത്തി കയറ്റും എന്നും നിന്റെയൊക്കെ നെഞ്ചത്ത് കത്തി കയറ്റും എന്നും ഭീഷണിപ്പെടുത്തിയാ പോയത്. അതേസമയം ലഹരിക്കടിമയായ ആളുകളാണ് ആക്രമണം നടത്തിയതെന്ന് പമ്പുടമയും വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും നഗരസഭാ കൗൺസിലറുമായ AJ ഷാജഹാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് 1 മണിയോടുകൂടി ഒരു 3-4 ചെറുപ്പക്കാരിവിടെ വന്ന് നമ്മുടെ ഇവിടെ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന ജീവനക്കാരെ ആക്രമിക്കുകയുണ്ടായി. ഇവിടെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്നതുകൊണ്ട് രാത്രി മുഴുവൻ സമയം ഇവിടെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ രാത്രി ആയപ്പോഴേക്കും 1 മണിക്ക് ഇവിടെ വന്ന് അവരോട് ഞാൻ ചില്ലറ ചോദിക്കുകയോ മറ്റും ചെയ്തു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് തർക്കം ഉണ്ടാകുകയും ഈ ജീവനക്കാർ പറയുന്നത് ഇവര് ഈ പറഞ്ഞ പോലെ ലഹരിക്ക് അടിമകളായിട്ടുള്ള ചെറുപ്പക്കാരാണെന്നാണ്. നിരവധി 2-3 തവണ ഇവര് തന്നെ ഇവിടെ വന്ന് ഇവിടെ ഒരു ബുദ്ധിമാന്ദ്യമൊക്കെ സംഭവിച്ച പോലുള്ള ഒരു പയ്യൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ആ പയ്യനെ അവനെ ഒരു ദിവസം വന്ന് തല്ലുകയോ മറ്റോ ചെയ്തു. ഇവിടെ സ്ത്രീകളെ ഇവിടെ അമര്യാദയായി പെരുമാറുക, ഇതെല്ലാം ഇപ്പൊ എല്ലാ പെട്രോൾ പമ്പുകളിലും നടക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ചെറുകിട വ്യാപാര മേഖല ഇതുപോലുള്ള വ്യാപാരം പോലും നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കുറെ ആളുകൾ തൊഴിൽ ചെയ്യുന്ന ഒരു മേഖലയാണ്, ഒരു പ്രസ്ഥാനമാണിത്. ഇവിടെ ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ വളരെ വേദനയുണ്ട്. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട്. പോലീസിൽ ഇടയ്ക്കൊക്കെ പോലീസ് ഇവിടെ പെട്രോളിംഗ് നടത്തുമെങ്കിലും കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ കുറ്റവാളികളെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ വലിയ ക്യാമ്പയിൻ ഈ സംസ്ഥാനം മുഴുവൻ നടക്കുകയാണ്, മയക്കുമരുന്നിനെതിരെയുള്ള ക്യാമ്പയിൻ. ആ സമയത്ത് തന്നെ ഇതുപോലെയുള്ള ഇഷ്യൂസ് ഉണ്ടായാൽ അത് സാധാരണ തൊഴിലാളികളെയൊക്കെ ആത്മവിശ്വാസത്തെ തകർക്കും. അതുകൊണ്ട് ഇതിന് ആവശ്യമായിട്ടുള്ള വലിയ ഇടപെടലുകൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. പലപ്പോഴും ഇത്തരത്തിൽ പമ്പിൽ ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്ന് ജീവനക്കാർ അറിയിച്ചിട്ടുള്ളതായും ഷാജഹാൻ പറഞ്ഞു. ഏതായാലും സംഭവത്തിൽ കായംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CDNet ന്യൂസ്, കായംകുളം.